ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള നമ്മൾ വളരെയധികം കാത്തിരുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കുറച്ചുകൂടി മുൻപ് വരേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഇപ്പൊ തന്നെ വന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ള കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ സെർച്ച് ഓപ്ഷനിൽ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് കാണിക്കുക. ഇവിടെ നമുക്ക് ഓപ്പൺ ആണ് കാണിക്കുന്നത്, കാരണം ഓൾറെഡി ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഫ്രണ്ട്സിന്റെ കുറെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്നുള്ളത്. ഇവിടെ നമുക്ക് ഒരു പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് പബ്ലിക്കിനിടയിൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് കണ്ടില്ലേ, നമുക്ക് ഇതിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് മെസ്സേജിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് വോയിസ് മെസ്സേജിൽ നിന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിന് ശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷനാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. പക്ഷേ നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെറ്റിംഗ്സിൽ പോയിട്ട് സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ചാറ്റ്സിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു വോയിസ് മെസ്സേജ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ പുതിയതായിട്ട് എനേബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ വോയിസ് മെസ്സേജിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ക്രിപ്റ്റ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. റീഡ് യുവർ വോയിസ് മെസ്സേജസ് വിത്ത് ട്രാൻസ്ക്രിപ്റ്റ്സ് പറഞ്ഞൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് അതിന് താഴെയായിട്ട് ചൂസ് ലാംഗ്വേജ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വോയിസ് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റപ്പ് നൗ എന്ന് പറഞ്ഞിട്ട് താഴെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 4 ഭാഷയാണ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗൽ, അതുപോലെ തന്നെ റഷ്യൻ. ഈ പറഞ്ഞിരിക്കുന്ന 4 ലാംഗ്വേജസ് ആണ് വന്നത്. ഇനിയും കൂടുതലായിട്ടുള്ള ലാംഗ്വേജസ് നമുക്ക് ഇതിൽ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ തന്നെ മലയാളമൊക്കെ വരുന്ന പ്രതീക്ഷിക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് അത് ഇവിടെ നമുക്ക് സെറ്റപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 136 MB ആണ് ഇവിടെ കാണിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. ഇവിടെ താഴെ കാണിക്കുന്നില്ല ട്രാൻസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് ചെയ്തിട്ട് ആ ഒരു വോയിസ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നേരത്തെ ഞാൻ കാണിച്ച ആ വോയിസിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. ഒന്നുകൂടി ഇന്ന് നമുക്ക് അതിന്റെ മുകളിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിനു ശേഷം മുകളിലുള്ള 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. 4 5 ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ട്രാൻസ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമ്മൾ അത് ട്രാൻസ്ക്രൈബിലേക്ക് അത് പോകുന്നുണ്ട്. ആ ട്രാൻസ്ക്രൈബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല കൃത്യമായിട്ട് നമുക്ക് ആ വോയിസ് എന്താണെന്നുള്ളത് നമുക്ക് അയച്ചിരിക്കുന്ന വോയിസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.